തടസ്സമില്ലാത്ത റോഡ് ശൃംഖല എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ 60 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി 2028 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ 1800 കോടി രൂപ കിഫ്ബി വഴിയാണ് ചെലവഴിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ റോഡ് ഗതാഗതത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ റെയിൽവേ മേൽപ്പാലങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ആ കാഴ്ചപ്പാടോടെയാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതിൽ ജനങ്ങളുടെ വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഗ്ദാനങ്ങൾ നൽകുക മാത്രമല്ല, അവ കാലതാമസം കൂടാതെ പൂർത്തീകരിക്കുകയാണ് സർക്കാർ. ജനവിശ്വാസം അല്പം പോലും മുറിയാതെ കാത്തുസൂക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റോഡ് ഗതാഗതത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ റെയിൽവേ മേൽപ്പാലങ്ങൾ ഒഴിച്ചുകൂടാത്തതാണ്. ഈ കാഴ്ചപ്പാടോടെയാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. തടസ്സമില്ലാത്ത റോഡ് ശൃംഖല ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത്. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന ഒരു ഭരണ സംസ്കാരമാണ് കേരളത്തിൽ സ്വീകരിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായി ഈ ഭരണ സംസ്കാരത്തിലുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വികസന പ്രവർത്തനങ്ങൾക്കും സ്ഥലം സൗജന്യമായി വിട്ടുനൽകാൻ പലരും തയ്യാറാകുന്നത്. തലശ്ശേരിക്കാരുടെ ചിരകാലാഭിലാഷമാണ് കൊടുവള്ളി മേൽപ്പാലത്തിലൂടെ യാഥാർത്ഥ്യമായത്. പദ്ധതി നാടിന് ഉപകാരപ്രദമാണെങ്കിലും ചിലർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ പ്രതിസന്ധികളെ മറികടന്ന് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ശംസീർ വിശിഷ്ടാതിഥിയായി. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ.എം. ജമുന റാണി, നഗരസഭാ കൗൺസിലർ ടി.കെ. സാഹിറ, RBDCK മാനേജിംഗ് ഡയറക്ടർ എസ്. സുഹാസ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി. ദേവേശൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ C.K. രമേശൻ, സജീവ് മാറോളി, C.P. ഷൈജൻ, അഡ്വക്കേറ്റ് K. ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രി മുഹമ്മദ് റിയാസും തുറന്ന വാഹനത്തിൽ പാലത്തിലൂടെ സഞ്ചരിച്ചു. പ്രത്യേക സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ മാതൃക ഉപയോഗിച്ചിട്ടാണ് കൊടുവള്ളി റെയിൽവേ ഗേറ്റിന് മുകളിലൂടെ 314 മീറ്റർ നീളത്തിൽ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 10.05 മീറ്റർ വീതിയാണ് പാലത്തിനുള്ളത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.